ഒരു വിരുന്നുകാരനാ. അല്ല, ആരാ ഇത്? സുധനോ? വാ. നീ വന്ന കാറാ ഇത്? അതെ. നീ എന്ന് വന്നു? ഒരാഴ്ചയായി. എത്ര മാസത്തെ ലീവ് ഉണ്ട്? 2 മാസം. ഗോവീട്ടിനില്ലേ? ഓഫീസിൽ പോയിരിക്കുക. കുട്ടികളോ? സ്കൂളിൽ പോയിരിക്കുക. വാ ഇരിക്ക്. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? എന്തെങ്കിലും മതി. ആ, എണീക്കടാ, കാപ്പി കഴിക്ക്. അയ്യോ, ഇതൊന്നും വേണ്ട. എനിക്ക് കാപ്പി മാത്രം മതി ചേച്ചി. അച്ഛൻ നിനക്ക് പെണ്ണന്വേഷിച്ചിരുന്നല്ലോ, എന്തായി? കല്യാണം കഴിക്കാറൊന്നും ആയിട്ടില്ല അന്നേ. ആരാ പറഞ്ഞത്? പിന്നെ നീ ചെറിയ കുട്ടിയല്ലേ? ഇത് ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്നാ. നീ അപ്പോ എന്നെ മറന്നിട്ടില്ലല്ലേ? ചേച്ചിയെ മറക്കാനോ? നല്ല കാര്യമായി. എന്താടാ ഇത്? തുറന്നു നോക്ക്. അമ്പട വീര, നീ ഒരു ആസാമിയാണല്ലോ. ഇതെന്റെ പെണ്ണിനെ കൊണ്ട് കൊടുത്താ മതി. ചേച്ചി ഇത് ഇട്ടു നോക്കേ. ഈ സാരി കൂടി ഒന്ന് കൊടുത്തിട്ട് വന്നേ, കാണട്ടെ. സുധനെപ്പോന്നു? കുറച്ചേരായി. നീ എന്നാ വന്നത്? ഒരാഴ്ചയായി. സുധന് കൊടുത്തോ? കൊടുത്തു. ഞാൻ കുടിച്ചു. എന്നാലും ഒരു ഗ്ലാസ് കൂടി ആവണ്ട. വേണ്ട ചേച്ചി. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷം? തരക്കേടില്ല. ഞാൻ പഴയ കമ്പനിയിൽ നിന്ന് മാറി. ഇപ്പൊ ഒരു ഫ്രഞ്ച് കൺസ്ട്രക്ഷൻ കമ്പനിയിലാ. എന്താ ജോലി? ജോലി അവര് പറയുന്നതൊക്കെ ചെയ്യണം, അത്ര തന്നെ. സിമന്റ് ആക്കി നോക്കാൻ പറഞ്ഞാ അതും. എന്തായാലും എന്താ, നല്ലൊരു സംഖ്യ കിട്ടില്ലേ? എല്ലാം കൂടി ഒരു 4000 ദിർഹം കിട്ടും. അപ്പോ മോശമല്ലല്ലോ. ഈ 4000 ദിർഹം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഒരു 10000 രൂപയോളം വരും അല്ലേ? അപ്പൊ വെറുതെ അല്ല നീ കാറും വിമാനമൊക്കെ മേടിച്ച് നടക്കണതല്ലേ? എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണ്ടേ ചേച്ചി? ഓ, എങ്ങനെയാണോ? എനിക്കൊക്കെ അങ്ങോട്ട് വന്നാൽ വല്ല രക്ഷയുണ്ടോ? ഇപ്പോ ജോലി കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായതാ. ഓ, അങ്ങനെയാണല്ലേ. പിന്നെ എന്തും ചെയ്യാനുള്ള തന്റെ ഇടം ഉണ്ടാവണം എന്നാ വഴിയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ചുവടെടുക്കാൻ വരെ തയ്യാറുണ്ടാവണം എന്നർത്ഥം. സുധേട്ടാ, ഇതിപ്പോ കൊട്ടലില്ല. ഇവളുടെ കയ്യിൽ ഒരു സാധനം കിട്ടിയാൽ അത് അപ്പ തരിപ്പണമാക്കും. എന്ത് പറ്റി? അതിക്കോട്ട് നിക്കേ നോക്കട്ടെ.
ഇതാണ് ഹെയർ ഡേ കോംബ് ഗോവയുടെ എഴുതിയത്. ഇത് മറ്റേ സ്പ്രേ. അത് ശരി. ആ, നിനക്ക് നാളെ പോയാ പോരെ? അയ്യോ പറ്റില്ല, കുറെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ കത്തുകൾ കൊടുക്കാറുണ്ട്. ഗോവേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാൻ എഴുതിയാ ഇത്രയേരം കാത്തിരുന്ന്. വരട്ടെ? ആ, വരട്ടെ ചേച്ചി. പോകുന്നതിനിടയ്ക്ക് വരണം കേട്ടോ. ആ വരാം. സുധേട്ട ഇനി എന്നാ വരിക? അടുത്ത് തന്നെ പരിപാടി. വരട്ടെ? ആ വരട്ടെ ചേച്ചി. കുട്ടികൾ ഉറങ്ങിയോ? ഉറങ്ങി. നീങ്ങി വന്നേ. എന്താ? നീ വാ. നീ ഇതുകൊണ്ട് പുറകിൽ നരച്ച മുടിയിലുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ചെയ്യിക്കേ. പതുക്കെ അമർത്തി ചെയ്യരുത്, പതുക്കെ. ആ ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്, ആളിപ്പോഴൊരു ശിങ്കനായിട്ടുണ്ടല്ലോ. ഉം. ഇന്ന് എന്തിനുള്ള പുറപ്പാടാണ്? ഒന്ന് സുന്ദരനാവാൻ തന്നെ. നീ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ അല്ലെങ്കിലും മുക്കുവന് മീൻ കിട്ടിയ മാതിരിയാ. എടി ഇത് ആ സ്പ്രേ അല്ല, പിന്നെ ഇത് വേറെയാ. നിങ്ങൾ എന്നെ കളിപ്പിക്കുക. ഇക്കണക്കിന് വെറുതെ കിട്ടിയ ചുണ്ണാമ്പാനും വാരി തേക്കുമല്ലോ. ഓ പിന്നെ നിനക്കേ പറഞ്ഞാ മനസ്സിലാവില്ല, കൊണ്ടാലേ അറിയൂ. ഉം. വയസ്സുകാലത്തൊരു ശൃംഗാരം. അയ്യോ അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അമ്മേ.
എന്തൊരു കോലം! നിങ്ങൾക്ക് ഇന്നലെ എന്ത് പറ്റി? ആനയ്ക്ക് മദം പൊട്ടി പോലല്ലായിരുന്നു. ഇനി ഇതുകൊണ്ടുള്ള കളി വേണ്ട. പ്യൂൺ കൊണ്ടുവന്നതാ. അതൊക്കെ പോട്ടെ. ഇന്നലെ സുധം വന്നപ്പോ ഞാൻ അവന് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എന്തിനാ? NOC-ക്ക്. അവൻ അടുത്ത മാർച്ചിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു വിസ അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അവൻ എന്തും ചെയ്യും. എന്നെ അത്രയ്ക്ക് സ്നേഹം. There is a prima facie case against Sri K.N. Gopinath and Tahsildar Chavgat. In these circumstances, Sri K.N. Gopinath and Tahsildar Chavgat is placed under suspension from service under Rule 10(1)(b) of the KCS. അവനൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 60. നിങ്ങളുടെ ഈ തഹസിൽദാരുടെ പണിയൊന്നും അവിടെ കിട്ടാൻ പോണില്ല. നന്നായി അധ്വാനിക്കേണ്ടി വരും. ചുമടെടുക്കാൻ വരെ തയ്യാറുണ്ടെങ്കിലേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. എക്സ്പ്രസ് ബസ്സിലേക്കുള്ള റിസർവേഷൻ കൂപ്പണുകൾ കൗണ്ടർ നമ്പർ 2-ൽ നിന്നും വാങ്ങാവുന്നതാണ്. കൊട്ടാരക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം വഴി 4 മണിക്ക് പുറപ്പെടുന്ന മൂവാറ്റുപുഴ